ഹലോ. ആദ്യം തന്നെ സാരിയെ പറ്റിയിട്ട് തുടങ്ങാം കേട്ടോ. ഇത് വന്നിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഇസ് എയർ ഇന്ത്യ ഇല്ലേ, എയർ ഇന്ത്യ ഇൻസ്പയർഡ് സാരീസാണിത്. എയർ ഇന്ത്യ എയർ ഹോസ്റ്റസ് ഇല്ലേ, അവരൊക്കെ പണ്ട് ഉടുത്തുകൊണ്ടിരുന്ന പ്രിൻസ്, ഫ്ലോറൽ പ്രിൻസും ബ്ലോക്ക് അങ്ങനത്തെ ഡൈ ഒക്കെ ചെയ്തിട്ടുള്ള സാരിയാണ്. ഇതും വന്നിട്ട് ഷിഫോണാണ്. അപ്പോൾ ഈ സാരി ഞാൻ എപ്പോഴും ഫസ്റ്റ് ടൈം ഞാൻ ട്രാവൽ ചെയ്തത് എയർ ഇന്ത്യയിലാണ്, ഇന്ത്യൻ എയർലൈൻസിലാണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ അതിനകത്തുള്ള എയർ ഹോസ്റ്റസ് ഒക്കെ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു കേട്ടോ. ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 1997 98 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എവിടെയായിരിക്കും ഇവരുടെയൊക്കെ വസ്ത്രങ്ങൾ കിട്ടുന്ന സ്ഥലം. അപ്പോൾ അവർക്കൊക്കെ ആക്ച്വലി ഓർഡർ ചെയ്ത് വീവ് ചെയ്ത് കൊണ്ടുവരണതാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാനിത് എൻ്റെ ആസ് യൂഷ്വൽ എൻ്റെ ഇഷ്ടമുള്ള ഷോപ്പാണ് ശില്പി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ആൽവാർപേട്ട് ചെന്നൈയിലാണ് കേട്ടോ. ആ ഷോപ്പിൽ ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ആക്ച്വലി ഐ ഡിൻറ്റ് ഹാവ് മണി കേട്ടോ അത്രയും ഇതിന്. അന്ന് ഒരു ഇറ്റ് വാസ് കോസ്റ്റ്ലി ഓൺലി, ക്വൈറ്റ് കോസ്റ്റ്ലി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഒരു 3000 രൂപ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. 3000 ഒന്നും നമുക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ 5000 6000 അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ സമയത്താണ് ഈ 3000 രൂപയുടെ സാരി എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ ഓടിക്കില്ലേ. സോ പക്ഷെ ഞാൻ അത് കണ്ടു വെച്ചിട്ട് അവിടെ മാറ്റി വെക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നീട് പൈസ ഒപ്പിച്ചിട്ട് പോയി വാങ്ങിച്ച സാരിയാണ് കേട്ടോ. ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അപ്പോൾ എൻ്റെ ഹൃദയം എന്താ പറയണേ, ഓരോരോ സാരി കഥകൾ പറയുമ്പോഴും ഞാൻ ആ സമയങ്ങളിലേക്ക് പോവുകയാണ്. കാരണം എന്താണെന്ന് അറിയോ, നമ്മൾ ഓരോന്നും ഇങ്ങനെ കുരുവി ചേർത്ത് വെക്കുന്ന പോലെയാണ് ഈവൻ വസ്ത്രങ്ങൾ ഞങ്ങൾ അന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ പോലെ നമ്മൾ മോൾസ് ഇല്ല, അങ്ങനെ പോയിട്ട് മേടിക്കാനുള്ള അവസ്ഥയില്ല അന്ന്. സോ ദിസ് ഇസ് ഹൗ ഐ ബോട്ട് ഇറ്റ്. പിന്നെ ഇപ്പോൾ ഇത് കണ്ടില്ലായിരുന്നോ, നമ്മുടെ എയർ ഹോസ്റ്റസുമാരുടെ ഡ്രസ്സൊക്കെ ഇപ്പം ഒന്ന് പുനരുദ്ധരിച്ചിരിക്കുകയാണ്. അവർ മിക്കവാറും തന്നെ 5 വർഷം കൂടുമ്പോൾ പുതിയ യൂണിഫോംസ് ഉണ്ടാക്കും. ബട്ട് ദിസ് ടൈം ആദ്യം ഒരു 10 വർഷം മുഴുവനും ഈ ഇതുപോലത്തെ ഒരു ബ്ലാക്കും റെഡും അങ്ങനെ ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു പ്രിൻ്റാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ, എയർ ഇന്ത്യ സാരീസ് എന്ന് പറഞ്ഞിട്ട്. ഏറ്റവും ആദ്യം കാഞ്ചീപുരം സാരീസാണ് അവർ ഇട്ടിരുന്നത്. പിന്നീടാണ് ഈ ഉപയോഗത്തിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഷിഫോൺസ് ഒക്കെ വാങ്ങിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, സാരി കൾച്ചർ നമ്മുടെ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടും, ബിക്കോസ് ഈ എയർലൈൻസ് ഒക്കെ അവിടേക്ക് പല പല ഡെസ്റ്റിനേഷനിലേക്കൊക്കെ പോകുന്നതല്ലേ. അപ്പോൾ അവർക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ കൾച്ചർ കാണാൻ വേണ്ടിയിട്ട് കൂടെ ഇത് ഉപകാരമാവുമല്ലോ. ഞാൻ എൻ്റെ കഥയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഇംഗ്ലീഷ് വിംഗ്ലീഷ് അനുഭവം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട് താഴെ കേട്ടോ, കുറച്ച് താഴോട്ട് പോകുമ്പോൾ ഉണ്ട്. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു സ്ഥലത്ത് സാരി ഇട്ടിട്ട് പോയപ്പോൾ എനിക്ക് നേരിടേണ്ടി വന്ന ഒരു ചെറിയ അവജ്ഞ, ഒരു അവഹേളനം എന്ന് പറയാം. കാരണം ഈ സാരി നമ്മളുടെ ദേശീയ വസ്ത്രമാകുമ്പോൾ അവർക്കതൊരു ഇഷ്ടാവില്ല. അവരുടെ റേസിസം പുറത്ത് വരും. എന്തുകൊണ്ടാണാവോ, പാൻസ് ഷർട്ട് ഇടുന്ന ലേഡീസിനെയാണ് അവർ കുറച്ചുകൂടി മതിക്കുക. അപ്പം ഞങ്ങൾ ഈ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്നതാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളന്ന് സാരിയൊക്കെ ഉടുത്ത് ആ കോൺഫറൻസിന് പോയത്. ഞാനൊരു ലോ ഫേമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. സോ ബട്ട് പീപ്പിൾ അവിടെ ആ ഏരിയയിൽ, ആ ലോ ഫേമിൽ, ആ ലോ കോൺഫറൻസിൽ എല്ലാവരും ഇപ്പം ജപ്പാനിൽ നിന്ന് വരുന്നവർ കിമോണോ ഇട്ടിട്ട്, ചൈനയിൽ നിന്ന് വരുന്നവർ അവരുടെ ഡ്രസ്സ് ഇട്ടിട്ട്, പിന്നെ ഒരു ഇങ്ങനെ ആ ചൈനയുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു വിഷറിയ അത് പിടിച്ചിട്ട് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ജപ്പാൻകാരാണോ വിഷറി പിടിക്കുന്നത്, ചൈനക്കാരാണോ, ഇവർ 2 പേരിൽ ആരോ ആണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പിടിച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് വി വിൽ നോ ഇവർ ആ ഫേമിലെ ആൾക്കാരാണ്, ഇന്ന സ്ഥലത്താണ്. അപ്പോൾ വി വിൽ ഗോ ആൻഡ് അപ്രോച്ച്. ഞങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർനാഷണൽ ഫേംസാണ് ഇതൊക്കെ. അപ്പോൾ അവിടെ ഒരു കേസുണ്ട്, നിങ്ങൾ എടുക്കുമെന്ന് ചോദിക്കണം. ഇതൊക്കെയാണ് നമ്മളുടെ ജോലിയായിരുന്നത്. ദാറ്റ്സ് വൈ വി വർ അറ്റൻഡിങ് ദിസ് കോൺഫറൻസസ് ആ സമയത്ത്. അപ്പോൾ അപ്പം ഈ സാരിയെ പറ്റി പറയുമ്പോൾ, സാരീസ് നമ്മളുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ബംഗ്ലാദേശിൽ കണ്ടിട്ടില്ലേ അവർ സാരി ഇടണത്. പിന്നെ ഇവർ കുറേ രാജ്യങ്ങളിൽ, കുറേ സുഡാൻ ആ രാജ്യത്തൊക്കെ സാരി ഉണ്ട് കേട്ടോ. പക്ഷേ ഇതുപോലത്തെ ഇങ്ങനെയൊന്നും അല്ല അവരുടെ സാരി. അത്ര ഡ്രേപ്പിംഗ് അത്ര ഭംഗിയില്ല. പിന്നെ ഷെയ്ഖ് ഹസീനയൊക്കെ കണ്ടിട്ടില്ലേ, അവരും സാരീസ് അല്ലേ ഇടുന്നത്. ഇന്ദിരാഗാന്ധിയുടെ സാരികളുടെ കളക്ഷൻ, മൈ ഗോഡ്. സോണിയാഗാന്ധി അതെല്ലാം ഇൻഹെറിറ്റ് ചെയ്ത് കാണുമായിരിക്കും. ഇന്ദിരാഗാന്ധിയുടെ മ്യൂസിയം ആക്കി വെച്ചിട്ടുണ്ടല്ലോ വീട്, അവിടെ ബ്ലഡ് സ്റ്റെയിൻഡ് സാരിയൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന സാരീസൊക്കെ കുറേ ഇട്ടിട്ടുണ്ട്. അവരുടെ ഒരു പ്രത്യേകതയായിരുന്നു ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും ഓരോ സാരി കൊണ്ടുവന്ന് വെക്കുക.
അപ്പം ഞാനിങ്ങനെ കളക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. എൻ്റെ കയ്യിൽ ഒരു 3 തരത്തിലുള്ള സാരി മാത്രമേ ഇല്ല. പട്ടോള ഇല്ല. പട്ടോള ഈസ് ഫ്രം ഐ ഡോണ്ട് നോ രാജസ്ഥാനോ ഗുജറാത്തോ. പട്ടോള ഇല്ല എൻ്റെ കയ്യിൽ. പിന്നെ നാരായണഗിരി ഇല്ല. അത് ഹൈദരാബാദ് തെലുങ്കാനയിൽ നിന്ന് വരുന്നത്. ഇത് രണ്ടുമാണ് അധികം ഇല്ലാത്തത്. ചിക്കൻ കറിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ചിക്കൻ കറി ഞാൻ ഒരു ദിവസം എടുക്കാം കേട്ടോ. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സാരി കഥ പറയാനായിട്ട്. സോ 5 മിനിറ്റ് സാരിക്ക് വേണ്ടിയിട്ട് പോയി. സോ അടുത്ത കാര്യം പറയട്ടെ. ഞാൻ പറയാൻ വരുന്നതേ, നമ്മളുടെ മരുമക്കളെ, പെൺകുട്ടികൾ മരുമക്കൾ വരില്ലേ, അവർ പ്രഗ്നൻ്റ് ആകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മളൊരു എക്സ്ട്രാ കെയർ കൊടുക്കാത്തത്? നമുക്ക് ചിലർ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. ഇപ്പോഴത്തെ ആൾക്കാർ കൊടുക്കുന്നുണ്ടാവും. ഇപ്പം എൻ്റെ ഏജുള്ളവരൊക്കെ ഉള്ളവരിപ്പോൾ കൊടുക്കുന്നുണ്ടെന്നല്ലേ പറയണേ. ഞങ്ങളുടെ മരുമോള് ഞങ്ങളുടെ മകൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോവുകയല്ലേ ആകുക, അതുകൊണ്ട് ഞങ്ങളെല്ലാം കൊടുക്കാറുണ്ടെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചില റീൽസ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടുമ്പോഴേ. അപ്പോൾ ഈ മക്കളിലെ മകന്മാർ അവർ കുറച്ച് ബാലിശമായിട്ടൊക്കെ പ്രവർത്തിച്ചാൽ നമ്മൾ അമ്മമാർ വേണം പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇന്നത്തെ കാലത്താണെങ്കിൽ സ്ത്രീകൾ ജോലി ചെയ്തിട്ട് വരുന്നതാണ്. പെൺകുട്ടികൾ ജോലി ചെയ്തിട്ട് വരുമ്പോൾ അവർ പ്രഗ്നൻറ്റും കൂടെ ആണെങ്കിൽ പറയാനില്ല അല്ലേ. എന്തൊക്കെ ഗവൺമെൻറ് ജോലിയാണെങ്കിൽ പറയേ വേണ്ട. അത് ഒരു മര്യാദയ്ക്കുള്ള ഒരു ശൗചാലയമില്ല വൃത്തിയുള്ള സ്ത്രീകൾക്ക് പോകാൻ പറ്റിയത്. പിന്നെ ചില മേഖലകളിൽ 1-2 സ്ത്രീകളൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഈ ചില ഫാക്ടറി സെറ്റപ്പിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക്. അപ്പോൾ അവിടെ ചിലപ്പോൾ അവർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാത്റൂം മെയിൻ്റനൻസ് ഉള്ളത് ഉണ്ടാവില്ല. മൈ ഗോഡ്, ഇറ്റ് ഈസ് റിയലി. ഇപ്പോഴും ആ അവസ്ഥകളൊക്കെ ഉള്ള കമ്പനീസൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ല എന്നല്ല, പേര് പറയാത്തതുകൊണ്ടാണ്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന 2-3 കമ്പനീസിൽ അങ്ങനെ ഉണ്ട്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ഗവൺമെൻറ് ഫെസിലിറ്റിയാണ്. അതിനെപ്പറ്റി ആ കമ്പനിയെ പറ്റി പേരെടുത്ത് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു കമ്പനിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പോയിട്ട്. ബാത്റൂം പോലും ഇല്ല. കാരണം അവിടെ മുഴുവനും ഭൂരിഭാഗം ആണുങ്ങളാണ്. പിന്നെ അത് പറഞ്ഞ് അവിടുത്തെ ഒരു HR മാനേജറോട് ഞാൻ പറഞ്ഞു, അവിടെ ലേഡീസ് അധികം ഇല്ല, ആ യൂണിറ്റിലില്ല. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ പോയിക്കോളൂ, ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ ബാത്റൂമിൽ പോയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു പ്രസൻറ്റേഷൻ കൊടുക്കാൻ പോയപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. നമ്മൾ ഒരുപാട് എന്താ പറയുക, നമ്മുടെ കണ്ണിലൂടെ കാണുന്ന കാഴ്ചകളല്ലേ നമ്മൾ ഇവിടെ വന്നിരുന്ന് പറയണത് അല്ലേ. അപ്പം ഞാൻ പറയുന്നത്, ഞാനൊരു വീട്ടിൽ ഒരു ഗർഭിണിയായിട്ടുള്ളൊരു മരുമകളുള്ള വീട്ടിൽ ഞാൻ ചെല്ലുകയാണ് കേട്ടോ. എനിക്ക് അറിയാം, അവരെ പേഴ്സണലായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെ എന്നോട് ആ മദറിലോ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനും സംസാരിച്ചു, ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കേണ്ടത് അതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഒരു ആൻറ്റി കുറച്ച് മുരിങ്ങയിലയായിട്ട് വന്നു. മുരിങ്ങയിലയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു, അതേ അമ്മേ, ആ വീട്ടിലെ സ്ത്രീൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ ഇത് മരുമകൾക്ക് വെച്ചു കൊടുത്തോളൂ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം അവരിത് ഇതിപ്പോഴും ആരാ എടുക്കാൻ പോണത്, നീ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പം എനിക്ക് മനസ്സിലായി ഇവർക്ക് ചെയ്തു കൊടുക്കാൻ താല്പര്യമില്ല എന്ന് തോന്നിയിട്ടോ. അപ്പം ഞാൻ അങ്ങ് ഇടിച്ച് കയറി അങ്ങ് ഇടപെട്ടിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ ആൻറ്റി ഇത് നല്ലതല്ലേ, കൊടുക്കൂ, അവർക്ക് കൊടുക്കൂ, നല്ലതല്ലേ, കുഞ്ഞിനും നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ അത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇഷ്ടമായില്ലെങ്കിലും എന്നോടുള്ള ഒരു ചെറിയൊരു ഇഷ്ടത്തിൻ്റെ പേരിൽ അവരത് മേടിച്ചവിടെ വെച്ചു. ഇതേ കാര്യത്തിന് ഞാൻ എന്തോ തൈരോ മോരോ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ഞാൻ പോയി 2-3 ദിവസം കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ ഇല്ലേ, ഇത് ഇവരുടെ എന്നാൽ ഇവരത് കളഞ്ഞിട്ടും ഇല്ലാതെ അവിടെ ഇങ്ങനെ വാടി ഇരിക്കുന്നു അവരുടെ അടുക്കളയുടെ തിണ്ണയിൽ. അത് ചെയ്തു കൊടുത്തില്ല മരുമകൾക്ക്. കുട്ടിക്ക് അറിയില്ല, ആ കുട്ടി അറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. പക്ഷെ ഞാൻ കണ്ട കാഴ്ചയാണ്. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഞാനിത് അതേസമയം അവരുടെ മകൾ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ എന്തൊക്കെ പച്ചിലകളൊക്കെയാണെന്നറിയോ കൊടുത്തിരുന്നത്. അതേ വീട്ടിൽ നിൽക്കുന്ന മരുമകളെ അവർ നോക്കിയില്ല. എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? നമ്മൾ അതൊക്കെ ചെയ്തു കൊടുത്തു നോക്കൂ. ആ വയറ്റിലുള്ള വാവ നമ്മുടെ മോൻ്റെ വാവയല്ലേ, അത് വലുതാവുമ്പോൾ ആ കുഞ്ഞൊന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ഒന്ന് സ്മൈൽ ചെയ്യും. ആ സ്മൈലുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഈ മരുമകൾ അവിടെ നിൽക്കുമ്പോൾ ഒരു ജ്യൂസ് അടിച്ചു കൊടുക്കുക. ഇന്നത്തെ എൻ്റെ ഇൻസ്റ്റഗ്രാം റീൽ അതാണ്. അതുകൊണ്ട് ഞാനതൊന്ന് വിപുലീകരിച്ച് ഇവിടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ജ്യൂസ് അടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇങ്ങനെ എന്താ നല്ല നല്ല ജ്യൂസുകളൊക്കെ ഇല്ലേ, ക്യാരറ്റ് ജ്യൂസ്, പോമഗ്രാനൈറ്റ്, അതൊക്കെ അവൾക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ടിരിക, അടിച്ചു കൊടുക്കുക. എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാം ആ പെൺകുട്ടിക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ എന്നെ ആണുങ്ങൾ കേൾക്കാറില്ല കേട്ടോ. ആൺകുട്ടികൾ എസ്പെഷ്യലി കേൾക്കുന്നുണ്ടെങ്കിൽ
ഒന്ന് ചെയ്തു കൊടുത്തോളൂ. പിന്നെ അവർക്കൊരു നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കും, നല്ല സാരി. ഈ ഭക്ഷണം മാത്രമായിരിക്കില്ല കേട്ടോ ഈ പെൺകുട്ടികൾക്ക് ആഗ്രഹം. ആ സമയത്ത് ഒരു സാരിയൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടാവും, നല്ല ഡ്രസ്സിനോടൊക്കെ ആഗ്രഹം കാണും. എന്ത് ആഗ്രഹമാണെങ്കിലും അതൊരു വാക്കുകളാണെന്ന് വിചാരിച്ചോളണം. നമ്മൾ പറയില്ലേ ആ ഗർഭിണികളുടെ വാക്കുകൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ അവരെ വിഷമിപ്പിക്കരുതെന്ന്. എനിക്ക് പേഴ്സണലായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ മദ്രാസിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പെരുമ്പാവൂരല്ലേ, അവിടെ വന്നിട്ട് ടാപ്പിയോക്ക, അയ്യോ കൊള്ളിക്കിഴങ്ങെന്ന് പറയും അല്ലേ, കപ്പക്കിഴങ്ങെന്ന് പറയും, മരച്ചീനി എന്ന് പറയും, പല പല ആൾക്കാർ പലതല്ലേ പറയും. അത് പുഴുങ്ങിയിട്ട് എൻ്റെ അച്ഛമ്മ അത് പുഴുങ്ങി നല്ല ചമ്മന്തി അരച്ച് വെക്കും. നല്ല കാന്താരിയും നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കാന്താരിയും ഉള്ളിയും പിന്നെ അതെല്ലാം കൂടി ഇങ്ങനെ നന്നായിട്ട് ചതയ്ക്കും. നമ്മുടെ അമ്മിക്കല്ലിൽ വെച്ചിട്ടാണ് ചതയ്ക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ നല്ല മെൽറ്റ് ചെയ്ത് പോകുന്ന ടപ്പിയൊക്കെയാണ് അന്നൊക്കെ. അത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു ചിന്ത വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആരോ നാട്ടിൽ നിന്ന് വന്നിട്ട്, മദ്രാസിൽ തന്നെ താമസിക്കുന്ന ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ആരോ നാട്ടിൽ നിന്നും കൊണ്ടുവന്നിരുന്ന ഈ കപ്പക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അവർ കഴിക്കുകയാണ് കേട്ടോ. അവർ കഴിക്കുകയാണ്. അവർക്ക് ഒരുപാട് പ്രായമുണ്ട്, ഇപ്പോഴും ഉണ്ട് അവർ പക്ഷേ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് ഒന്നുമല്ല. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെല്ലുകയാണ്, കുട്ടി വയറൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം. ഒരു കഷ്ണം എടുത്തിട്ട് ഇതാ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് എനിക്ക് തന്നില്ല. അവരെൻ്റെ മുമ്പിലിരുന്ന് എന്തൊക്കെയുണ്ട് വിശേഷം, ഓക്കെ ഫൈൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ജാടക്കാരത്തി പാർട്ടിയാണ്. അങ്ങനെ സംസാരിച്ച് എന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. ഞങ്ങൾക്കന്ന് കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കാറിലേക്ക് കയറിയപ്പോൾ ഞാൻ അരവിന്ദ് എനിക്ക് കൊതി വന്നിട്ട് വയ്യ, എനിക്കത് വേണം എന്ന് പറഞ്ഞപ്പോൾ അരവിന്ദ് ഞാനും ആ മദ്രാസിലുള്ള 3-4 ചന്തയിൽ പോയി നോക്കി എന്നുള്ളതാണ്, അത് കിട്ടുമോ എന്ന് അറിയാനായിട്ട്, വാങ്ങിക്കാനായിട്ട്. ഐ ഫെൽ സോ, എനിക്ക് വായിലിങ്ങനെ വെള്ളം വന്നു എന്നുള്ളതാണ് അർത്ഥം. വീട്ടിലൊക്കെ ഇഷ്ടം പോലെ കഴിച്ചു. ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക. പണ്ട് നമ്മൾ കഴിച്ചതിൻ്റെ രുചിയല്ലേ നമുക്ക് പിന്നെയും വരിക. അപ്പോൾ അതായിരിക്കാം കാരണം. അപ്പോൾ ഈ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ കഴിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും നല്ലത് ഉണ്ടാക്കുകയാണെങ്കിലോ അതിൻ്റെ ടേസ്റ്റ് അറിയാനൊക്കെ ആയിട്ട്. ഒന്നാമത് ഗർഭിണിയായിരിക്കുമ്പോൾ അവർക്ക് ഇതുപോലത്തെ മണവും ടേസ്റ്റും ഒക്കെ വല്ലാണ്ട് അവരെ ആകർഷിക്കും. ഓർമ്മകളും. അതേപോലെ അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയുടെ മുമ്പിൽ കൂടിയാണ് ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ, വിശന്ന വയറോടുകൂടിയല്ലേ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരിക. ഓടി ഇങ്ങനെ വെക്കും, വല്യമ്മച്ചി ചായ ഉണ്ടോ കാപ്പി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ വരുന്നത്. എൻ്റെ അച്ഛൻ്റെ അമ്മ എന്തെങ്കിലും, അമ്മ സ്കൂളിലായിരിക്കുമല്ലോ അമ്മ, അപ്പം അച്ഛൻ്റെ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്ത് ഇങ്ങനെ വരുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് എല്ലാം ചായക്കടയിലൊക്കെ ചായകളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരില്ല. ചിലരൊക്കെ പുട്ട് അങ്ങനെയൊക്കെ, രാവിലത്തെ പുട്ടൊക്കെ ചിലരൊക്കെ വൈകുന്നേരം മേടിച്ച് പകുതി പൈസയ്ക്ക് കൊടുക്കുന്നതൊക്കെ മേടിച്ച് കഴിക്കുന്ന പുട്ട് കടല. രാവിലെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഇങ്ങോട്ട് വരുമ്പോഴാണ് വിശപ്പുള്ള സമയത്താണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത് വൈകിട്ട് തന്നെ ആയിരിക്കണം. പുട്ടും കടലയും കഴിക്കുന്നു ഒരു അപ്പൂപ്പൻ ഇരുന്നിട്ട് ഇങ്ങനെ പപ്പടമൊക്കെ ഇട്ട് കുഴച്ചിട്ട്. അപ്പോൾ എനിക്ക് വിശപ്പ് വരികയല്ലേ, ഞാൻ ചെറുതായിരിക്കണം, എനിക്ക് ആ ഓർമ്മ മാത്രമേ ഉള്ളൂ. വീട്ടിൽ ചെന്നിട്ട് ഉടനെ അപ്പോൾ കഴിക്കാൻ തോന്നും നമുക്ക്. ഈ ഓർമ്മ എനിക്ക് ഈ പ്രഗ്നൻ്റ് ആയി പോകുന്നു. വേഗം ഞാൻ പുട്ടും കടലയൊക്കെ ഉണ്ടാക്കി കഴിച്ചു ഞാൻ തന്നെ. കാരണം അമ്മയൊന്നും അവിടെ ഇല്ലല്ലോ. അപ്പം നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് മരുമക്കൾ വീട്ടിലുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ അമ്മായിയമ്മമാർ ഫ്രീ ആയിട്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ബിക്കോസ് ഞാൻ എപ്പോഴും പറയുന്നത്, വേറെ വീട് വെച്ച് താമസിക്കണമെന്ന് ഞാൻ പറയാറുണ്ടെങ്കിലും, അങ്ങനെ വേറെ വീട് വെച്ച് താമസിക്കുന്ന മരുമകളാണെങ്കിൽ കൂടെ എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു നോക്കൂ. ആ സമയത്ത് എന്ത് കൊടുത്താലും അവർ രുചിയോടെ ഇങ്ങനെ കഴിക്കും. ആ ഉള്ളിൽ കിടക്കണ വാവക്കുട്ടിക്കല്ലേ അത് കിട്ടുന്നത് എന്ന് ആലോചിച്ചോളും. അപ്പച്ചിമാർ, പിന്നെ അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, അങ്ങനെയുള്ളവരൊക്കെ എത്ര ഒരു സ്നേഹം ഇങ്ങനെ കാണിക്കും. പിന്നെ അമ്മയുടെ അനുജത്തി, അമ്മയുടെ ചേച്ചി, ഇങ്ങനെയൊക്കെ ഉള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്കൊക്കെ. അവരൊക്കെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് തരുമ്പോഴേ എനിക്ക് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു അങ്ങനെ കേട്ടോ, കിട്ടുന്നത് ചെറുതായിട്ടൊക്കെ കിട്ടുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഈ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ എന്താ ഇതിന് പറയണേ, 9 മാസം കാണാൻ പോവുക അങ്ങനെയൊക്കെ ഉള്ളത്. നിങ്ങൾ ആ പെൺകുട്ടിയെ കുറച്ചൊന്ന് ബഹുമാനിക്കണം കേട്ടോ. ബഹുമാനിക്കാന്ന് ഞാൻ പറയണത്, ഇത് വയറ്റിക്കണ്ണി എന്നല്ലേ പറയാം, വയറിൻ്റെ ഉള്ളിൽ ഒരു കണ്ണുള്ള വ്യക്തി ഉണ്ടെന്നാണല്ലോ പറയുക. ആ വാവയെല്ലാം കേൾക്കുന്ന പോലും ഉണ്ടാവും. ഈ കുഞ്ഞിനെ ഒരു വിഷമം കൊടുത്താൽ, ഈ പെൺകുട്ടിക്ക് ഒരു വിഷമം കൊടുത്താൽ അത് അഫക്റ്റ് ആവും. ആ ഗർഭസ്ഥ ശിശുവിനും അഫക്റ്റ് ആകും. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഇങ്ങനെ 9 മാസമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ അമ്മായിയമ്മ ഇങ്ങനെ പെണ്ണ് കാണാൻ വരികയുണ്ടായി. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവരെന്താണെന്നറിയോ, ഇങ്ങനെ കൊണ്ടുവരും 9-ാം മാസത്തിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ
എന്താ കുറേ പലഹാരങ്ങൾ, 9 തരം പലഹാരങ്ങൾ കൊണ്ടുവരണം. 7-ാം മാസത്തിൽ വിളിച്ചു കൊണ്ടുവരാൻ അമ്മ അങ്ങോട്ട് പോകുമ്പോൾ 7 തരത്തിലുള്ള പലഹാരങ്ങൾ കൊണ്ടുപോകണം. ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കിതൊക്കെ ഇഷ്ടമാണ്. കാരണം പലഹാരം കഴിക്കാമല്ലോ, നാട്ടു പലഹാരങ്ങളായിരിക്കും. അച്ചപ്പം, നെയ്യപ്പം, ഉണ്ണിയപ്പം, ഏതെങ്കിലും ഒരു ചിപ്സ്, അലുവ, പിന്നെന്താ ലഡു. ഞാൻ അമ്മ കൊണ്ടുവന്നതൊക്കെ ഞാൻ ഓർത്ത് പറയാനുണ്ട്. മിക്സ്ചർ, ഇങ്ങനെ 7 സാധനങ്ങൾ കൊണ്ടുവരും. അപ്പോൾ തിരിച്ച് 2 കൂടെ ചേർത്താണ് അമ്മയമ്മയൊക്കെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഏതോ ഒരു തരുണത്തിൽ ഒരു വീട്ടിൽ 9-ാം മാസത്തിൽ കൊണ്ടുവന്നതിൽ ഇതുപോലെ ഒപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ബേക്കറിയിലെ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടേ പഴയത് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ആ ഉണ്ണിയപ്പം കഴിക്കാനായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ നൂല് പോലെ. അയ്യോ, ആ വീട്ടിലെ സ്ത്രീകളെല്ലാം കൂടെ ഈ പെൺകുട്ടീനെ കളിയാക്കി. അയ്യോ, അമ്മായിയമ്മ കൊണ്ടുവന്നേക്കണ സാധനം കണ്ടില്ലേ? അതേപോലെ ഈ നൈറ്റി, ഇങ്ങനെ വളരെ ചീട്ടി തുണിയുടെ നൈറ്റിയും ഇത് കൊടുത്തു. കൊള്ളാം, നല്ല സ്നേഹമുള്ള അമ്മായിയമ്മയാണ് കേട്ടോ, കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ പറഞ്ഞ് കളിയാക്കിയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ അതിനൊന്നും നിന്നു കൊടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കണം നമ്മുടെ മരുമകൾക്ക് കൊടുക്കേണ്ടത്, അല്ലേ? നമ്മുടെ മരുമകളെ നമ്മൾ നല്ലൊരു സാരിയും നല്ലൊരു ഇതും, പിന്നെ വീട്ടിലിടുന്നത് ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ചുരിദാറൊക്കെ ആണെങ്കിൽ നല്ലത്, ഇറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ്. നമുക്ക് എഫോർഡ് ചെയ്യാവുന്നതിൻ്റെ ബെസ്റ്റ് ആയിരിക്കണം നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടത്. ആ കുട്ടിയുടെ കയ്യിൽ ഇപ്പോൾ മാക്സിമം ഒരു 2000-3000 രൂപയുടെ സാധനങ്ങളായിരിക്കണമെങ്കിൽ നിങ്ങളൊരു 5000 രൂപയുടെ സാധനം ചുരിദാറോ ഒക്കെ ആയിരിക്കണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ട് കൊടുക്കേണ്ടത്. ഒരിക്കലും ഒരിടത്തും നമ്മൾ തല ഉനിക്കരുത്. അമ്മായിയമ്മമാരാണെങ്കിലും ഞാൻ പറയാണ്, ആ മകൻ എന്തൊരു സ്നേഹമായിരിക്കും എന്നറിയോ? ഈ പെൺകുട്ടിക്ക് പിന്നെ തിരിച്ച് പറയാൻ പറ്റുമോ? അമ്മ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് പണ്ടെന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയാനൊരവസ്ഥ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഡു ദ ബെസ്റ്റ്, ദ വെരി ബെസ്റ്റ്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ പൈസയൊക്കെ കുറവായിട്ട് ചേച്ചി അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ അതനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. പൈസ ഇല്ലാത്തവരാണെങ്കിൽ അതനുസരിച്ച് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തിരിക്കണം. അത് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, നിങ്ങളായിരിക്കും ആ കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും ദൈവം അമ്മ എനിക്ക് അന്നിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് തന്നു കേട്ടോ എന്ന് പറയും. നല്ലത് ചെയ്താൽ നല്ലതേ വരൂ. നമ്മൾ എന്താ പറയുക, വിതയ്ക്കുന്നതാണ് കൊയ്യുള്ളൂ, അല്ലേ? അല്ലാതെ നമ്മളെ കൊണ്ടുപോയി ഇപ്പം പാവയ്ക്ക വിത്തിട്ടുണ്ടെങ്കിൽ മത്തങ്ങ മുളയ്ക്കൂലല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ നല്ല വിത്ത് മുളച്ച് കഴിഞ്ഞാൽ നല്ല ഫലം കിട്ടും. അതിനകത്ത് കൊയ്യുന്ന സമയത്തൊക്കെ വല്യമ്മച്ചിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, വിത്തിന് കേട് വരാതെ നോക്കണം. എന്ത് ഭംഗിയായിട്ടാണെന്നറിയാം വിത്ത് വെക്കുന്ന മുറിയിലൊക്കെ കാത്തു സൂക്ഷിക്കുന്നതൊക്കെ. മച്ചിട്ട മുറിയിലൊക്കെയാണ് വിത്തൊക്കെ വയ്ക്കുക. ഭയങ്കര കേട്ടോ പണ്ടത്തെ കാര്യങ്ങൾ, സിസ്റ്റംസൊക്കെ, അല്ലേ? കുറച്ചൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അത് അറിയാനായിട്ട്, ഈ പഴയ സിസ്റ്റംസൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മകൾ ഇങ്ങനെയുള്ളതുണ്ടെങ്കിൽ വാക്കുള്ള ടൈമിലുള്ള ഓർമ്മകളൊന്നും ഇതിനകത്ത് ഇടണേ, കിട്ടാതിരുന്നിട്ട് വിഷമിച്ച ഓർമ്മ. ഒരു അനുബന്ധം കൂടെ പറഞ്ഞോട്ടെ. ഈ ഗർഭിണികൾക്ക് കൊടുക്കാതിരുന്ന് കഴിച്ചു കഴിഞ്ഞാലേ അവരുടെ മനസ്സ് നൊന്ത് കഴിഞ്ഞ് 2 മനസ്സല്ലേ നോവുന്നത്, വരും. കർമ്മ വിൽ ഹിറ്റ് ബാക്ക്. അങ്ങനെ സംഭവിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർക്ക് ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ അവസ്ഥയായി, വളരെ ദാരിദ്ര്യപ്പെട്ടു. അങ്ങനെ ഒരു ദാരിദ്ര്യത്തിൽ വരേണ്ട ആൾക്കാരും കൂടി അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് മറിമായമാണ് എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത എന്തോ ഒരു അവസ്ഥകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചുറ്റിനും. നമുക്ക് അത്രയും വിവരമില്ല, എന്താ പറയണേ, നമുക്ക് അറിവില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. വിവരമില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അറിവില്ലായ്മയാണ് കൂടുതലും. സോ ലെറ്റ് us ബി ദ ചേഞ്ച്. നമുക്ക് ആ ചേഞ്ച് ആകാം, മനസ്സിലായോ? നമ്മൾ അത് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു 10 പേര് ഇത് കേൾക്കുമ്പോൾ അവരും അത് ഫോളോ ചെയ്യും, ഇല്ലേ? സോ ലെറ്റ് us ബി ദ ചേഞ്ച്. ആ മാറ്റം നമ്മൾ തന്നെ ആകാം, ഞാൻ തന്നെ ആകാം ആ മാറ്റം, അല്ലേ? ഇപ്പം വേറൊരു ഗർഭിണി പെൺകുട്ടിയെ കാണുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വരണം ആ സ്നേഹം, അല്ലേ? ഞാൻ ചെയ്തു കൊടുക്കണം. അതേപോലെ ആയിരിക്കും അപ്പോൾ എന്നെ കാണുന്ന 10 പേര് ചെയ്യുന്നത്, അല്ലേ? നിങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവും ഇതിൽ. അപ്പോൾ അതുകൊണ്ടൊന്നും എനിക്ക് കമൻറ്റ് ചെയ്യാവോ പ്ലീസ്, കേട്ടോ? എൻ്റെ ഇൻസ്റ്റാഗ്രാം റീലിൽ ഇത് ചെയ്യേണ്ടി വന്നു ഇന്ന്. അതുകൊണ്ടാണ് ഞാനിത് ഒന്ന് വിശദീകരിച്ച് ഇവിടെ പറഞ്ഞത്. സോ അതിലും ഒരു കർമ്മദോഷമൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ ഏക്കം എന്ന് പറയുന്ന സാധനം എന്താ പറയണ, ദോഷം ചെയ്യും. അത് നമ്മൾ ആ കുട്ടിക്ക് ആ ഫുഡിനോടുള്ള ഒരു ഇഷ്ടം കൊടുത്തില്ലെങ്കിൽ, ഫുഡ് മാത്രമല്ല എന്തെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുഞ്ഞുങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കണേ. അല്ലെങ്കിൽ
ആ ഒരു പ്രാക്ക് എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, അത് എവിടേക്കോ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അത് ആകസ്മികമായിട്ട് സംഭവിക്കുന്നതായിരിക്കാം. പക്ഷെ ഇങ്ങനെ നടന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ സ്വയം തിരുത്തണം. ഞാൻ സ്വയം തിരുത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇതൊക്കെ പറയണത്. ഞാനിപ്പോൾ ഓ ചേച്ചി നിങ്ങൾ വലിയ ആൾ അങ്ങനെ ഒന്നുമല്ല, ഞാനങ്ങനെ വലിയ ആളൊന്നും അല്ല കേട്ടോ. എനിക്ക് അറിയാവുന്ന കാര്യം, ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു ക്യാരക്ടർ അതാണ്. ബട്ട് ഐ വിൽ ട്രൈ ടു ബി നൈസ് ടു എവ്രി വൺ ഹൂം ഐ മീറ്റ്. അത് ഉറപ്പാണ്. ഞാനത് കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. നിങ്ങളെല്ലാവരും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്നതെന്നും എനിക്കറിയാം. ഓക്കെ, സോ ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ ദെൻ ബൈ, സീ യു ടുമോറോ വിത്ത് അനദർ സ്റ്റോറി.